അപ്പോൾ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ, മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. മനുഷ്യന്മാർ പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത്, അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണട്ടെ. ലെറ്റ് ഇറ്റ് ബി വെരി ക്ലിയർ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 25,000 വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം. ഇറ്റ് ഈസ് എ വിസിബിൾ വോട്ട്. ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1,00,000 വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തും ഞങ്ങൾ. ഇനി അതൊരു ക്വസ്റ്റ്യൻ അല്ല. LDFനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവുകയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെൻറ് ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിറ്റാണ് ഇന്നലെ ഉണ്ടായത്. ഒരാവശ്യമില്ലാത്ത എന്താ പറയുക. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ പറയുന്ന ഒരു വിഭാഗം ആൻറ്റി മൈനോറിറ്റി പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആണോ? ഞങ്ങൾക്ക് സുരേഷ് ഗോപി ഇന്നലെ ഉണ്ടായിരുന്നു. BJP പരിപാടിക്ക് വന്നു. ഞാൻ ഇന്നലെ വാർത്തകൾ കണ്ടിട്ടില്ല. ഇവിടെ ആകെ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നുണ്ടെന്നാണ്. മനസ്സിലായില്ലേ? UDFന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാ വിളിച്ചു പറഞ്ഞത്. കർഷകരെടുത്ത് കിട്ടിയ നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ച് കീറുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അയച്ചെന്നൊരു മലയോര കർഷകന്റെ വന്ന എന്താ പറയുക മെസ്സേജാണ്. അപ്പോൾ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിലിങ്ങനെ എന്താ വലിയ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ, 25,000 വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം. ഇറ്റ് ഈസ് എ വിസിബിൾ വോട്ട്. ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1,00,000 വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്.